നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. ലോക ഇനി മുതൽ നമ്പർ 1, ലോക ചാപ്റ്റർ 1 ചന്ദ്ര, 5 പാർട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സ്. അതിനകത്ത് ആദ്യത്തെ പാർട്ട് തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹിറ്റായ ദിവസമാണെന്ന്. ഇതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. കാരണം ഈ സിനിമ നേടുന്നത് ഒരു അന്തസ്സുള്ള വിജയമാണെന്ന് പറയാം. അന്തസ്സുള്ള വിജയം. കാരണം ഇപ്പം തുടരും എന്ന സിനിമ അതിഗംഭീര സിനിമയാണെന്ന് അർഹിച്ച വിജയം നേടിയ സിനിമയാണ്. മഞ്ഞുമൽ ബോയ്സും അർഹതപ്പെട്ട വിജയം, അതിഗംഭീര വിജയം. ഇതെല്ലാം അന്തസ്സുള്ള വിജയം നമ്മൾ പറയുന്നു. പക്ഷേ ഇതിനകത്തൊരു ബെഞ്ച് മാർക്കിൽ എനിക്ക് തോന്നിയത് ഈ എമ്പുരാൻ എന്ന സിനിമ ഭയങ്കര ഹൈപ്പ് കയറ്റി, അതിൻ്റെതായിട്ടുള്ള കളക്ഷൻ കിട്ടി. പക്ഷെ ഹൈപ്പ് മാത്രമല്ലായിരുന്നു അതിൻ്റെ കളക്ഷൻ. ആദ്യത്തെ ദിവസം പൊടുന്നനെ വീണ പടം പെട്ടെന്ന് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറും അതിൻ്റെ പ്രൊഡ്യൂസർമാരും എല്ലാവരും കൂടെ ചേർന്ന് അതിനെ പൊളിറ്റിക്കലി ജാതി സംഭവങ്ങൾ എല്ലാം കൂടെ ചേർത്ത് ഒരു കണ്ടന്റ് ഇല്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്ത ഒരു ചിത്രത്തിന് കിട്ടിയ കളക്ഷനാണ് എമ്പുരാൻ. അതൊരു എമ്പുരാനെ ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് ഒരുപക്ഷെ തുടരും വന്നിരുന്നെങ്കിൽ, മഞ്ഞുമേൽ ബോയ്സ് വന്നിരുന്നെങ്കിൽ, 2018 വന്നിരുന്നെങ്കിൽ ഇതൊക്കെ അതിനൊരു മലയാളത്തിൻ്റെ അഭിമാനമായിരുന്നു. എന്തായാലും അത് ഈ വർഷം തന്നെ തുടരും എമ്പുരാനും ഇറങ്ങിയ ഈ വർഷം തന്നെ ഇങ്ങനൊരു സിനിമ, അതും പ്രത്യേകിച്ചും മലയാളികൾ അങ്ങ് ചറപറ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ നായകന്മാരിവിടെ തകർത്താടുകയാണ്, നായകന്മാർക്ക് കഥയുള്ളൂ, നായികമാർക്ക് കഥകളില്ല, നായികമാരെ ഹീറോയിനായിക്കൊണ്ട് അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമായിട്ട് സിനിമ എടുക്കാൻ ഇവിടെ പ്രൊഡ്യൂസർമാരും സംവിധായകന്മാരും ഇല്ല, നായകന്മാർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ 7 ഗംഭീരം. ഇതിൽ കുറഞ്ഞ മറുപടിയില്ല, ഇതിൽ കൂടുതലുള്ള മറുപടിയില്ല. കാരണം കല്യാണി പ്രിയദർശൻ ആണ് ഇതിനകത്ത് നായിക. ഗംഭീര പ്രകടനം, അസാധ്യ പ്രകടനം. ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഹോൾ ടീമിന് കൊടുക്കാമെന്ന് വിജയം. ഒരാൾക്കല്ല, ഇതിന്റെ ഫുൾ ടീമിന് കൊടുക്കാം. അതങ്ങ് ഡയറക്ടർ ഡൊമിനിക്കാരും ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് മുതൽ എന്തോ ടെക്നിക്കൽ ടീം, ഒരു 30 കോടി കൊണ്ട് ഇത്രയും ബ്രഹ്മാണ്ഡ ചിത്രം ഒരുക്കിയ ഫുൾ ടെക്നിക്കൽ ടീമിനെ ഇപ്പം നമുക്ക് കൈയടിക്കാം. അതുപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തൻ്റെ എണ്ണം കാണിച്ച ദുൽഖർ. കാരണം ഇങ്ങനൊരു പരീക്ഷണ ചിത്രം രണ്ടും കൽപ്പിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ ഇന്റർവ്യൂവിലൊക്കെ പറയുന്ന കേൾക്കാം, അവർക്ക് എന്ത് ഫ്രീഡം കൊടുത്ത, ഇതിനെ ഒരു പാൻ ഇന്ത്യൻ റീച്ചിലെത്തിച്ച ദുൽഖറിനും കൈയടിക്കാം. അന്നേരം എല്ലാവർക്കും, അതിന്റെ ടെക്നീഷ്യൻസ്, അതിന്റെ അഭിനേതാക്കൾ എല്ലാവർക്കും എന്തായാലും അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതും വളരെ ചുരുങ്ങിയ 23-24 ദിവസങ്ങൾ കൊണ്ട് മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച വിജയങ്ങളായി. പക്ഷെ ഓർക്കേണ്ടത്, ഇത് ഒരാടെയും വുഡ് അല്ല എന്നുള്ളതാണ്. അതായത് ഇത് മോഹൻലാൽ വുഡ്, മമ്മൂട്ടി വുഡ്, ഇങ്ങനെയുള്ള വുഡുകൾക്കൊന്നും സ്ഥാനമില്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. നമ്മൾ 2020 മുതൽ എടുക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റായ സിനിമകൾ, പ്രധാനപ്പെട്ട സിനിമകളൊക്കെ യഥാർത്ഥത്തിൽ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒക്കെ വളരെ കുറവായിരിക്കും. എനിക്ക് തോന്നുന്നു തീരെയില്ല. മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരിക്കും, ഭീഷ്മറും, അതൊരു 100 കോടി സിനിമയൊന്നും അല്ല. പക്ഷേ നമ്മൾ പറയേണ്ടത് കണ്ടന്റ് ആണ് ഇവിടെ വുഡ്. മലയാളത്തിൽ പത്മരാജനും ഭരതനും ലോഹിദാസും ഒക്കെ സൃഷ്ടിച്ച കണ്ടന്റ് തന്നെയാണ് ഇവിടുത്തെ ഹീറോ. ഈ ലോക അടുത്ത ഗംഭീര ഒരു ചിത്രം മറികടക്കട്ടെ. ഇവിടെ താരങ്ങളെക്കാട്ടി വലുത് കണ്ടന്റാണ്. താരങ്ങൾക്ക് ഒരു ഇനീഷ്യൽ കളക്ഷൻ എന്നുള്ള വലിയൊരു സ്റ്റാർഡമുള്ളതല്ലാതെ ഇത് ആരുടെയും മലയാള സിനിമ എന്നും ഗംഭീര സിനിമകളെ പ്രോത്സാഹിപ്പിച്ചത്. 2018 വിജയിക്കാമെങ്കിൽ, റെക്കോർഡ് കളക്ഷൻ നേടാമെങ്കിൽ, മഞ്ഞുമൽ ബോയ്സ് റെക്കോർഡ് കളക്ഷൻ നേടാമെങ്കിൽ, ലോക ഏറ്റവും ടോപ്പ് വിജയമായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ചിത്രം വരും. അത് ഇന്ന നടൻ്റെ, മമ്മൂട്ടിയുടെ മോഹൻലാലിനെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും മലയാളികൾക്കില്ല. നല്ല ഗംഭീര ചിത്രം വന്നാൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്, അന്തസ്സുള്ള വിജയമാണ് ലോക നേടിയിരിക്കുന്നത്. എന്തായാലും ഇത് 300 കോടിയിലേക്ക് പോകുന്നുള്ളത് ഇനി ഏകദേശം ഉറപ്പിക്കാം. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം റിലീസായ ചിത്രങ്ങളൊന്നും അത്ര നന്നായില്ല. മിറാഷും വളയൊന്നും. അടുത്ത ആഴ്ച വിനീത് ശ്രീനിവാസന്റെ കരം മാത്രമേ ഉള്ളൂ. അന്നേരം ഏകദേശം പൂജാപുരി നല്ലതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ മലയാളത്തിന് ഒരു പക്ഷേ തുടരൻ്റെ റെക്കോർഡ് 118 റെക്കോർഡ് 118 കോടിയാണ്. അത് നിസ്സാരമല്ല, വലിയ കളക്ഷനാണ് നേടിയിരിക്കുന്നത് കേരളത്തിൽ. അതും ചിലപ്പം മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വേറെ സിനിമകളും ഇല്ല, ഇത് നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും അവധി ദിവസങ്ങളിൽ ഫുൾ ഷോയിലാണ് ലോക കളിക്കുന്നുള്ളതാണ്. അന്നേരം എല്ലാ റെക്കോർഡുകളും വീഴ്ത്തട്ടെ. ആ ടീമിന് മൊത്തത്തിൽ റിവ്യൂ മാസ്റ്ററിൻ്റെ വക അഭിനന്ദനങ്ങൾ. എല്ലാ മലയാളികളുടെ പേരിലും അഭിനന്ദനങ്ങൾ. ഇനി അടുത്ത സെക്കൻഡ് പാർട്ടിനായിട്ട് നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുന്നു. ലോക
ടീമിൻ്റെ സെക്കൻഡ് പാർട്ട് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം അത് ഷൂട്ടിംഗ് തുടങ്ങുന്നു. അതും ഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു.